മൺതരി തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോമനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി തന്നുറവേ. ഹരിത മനോഹര വിജ്ഞാനമേ, നിറയൂ, നിറയൂ, നിറയൂ. കൈറ്റ് ഹരിത വിദ്യാലയം 4.0. നമസ്കാരം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ മികവുകൾ പങ്കുവയ്ക്കുന്ന വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ കൈറ്റ് ഹരിത വിദ്യാലയം 4.0യിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 7000-ഓളം കുട്ടികൾ പഠിക്കുന്ന മഹാവിദ്യാലയമാണ് AKM-HSS കോട്ടൂർ. ഏറ്റവും വലിയ മനുഷ്യ ഭൂപടം നിർമ്മിച്ച് റെക്കോർഡ് നേട്ടത്തിലാണ് ഈ വിദ്യാലയം. വിദ്യാലയ മഹിമയുടെ വിജയകഥകൾ അറിയാനായി സഹർഷം സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം AKM-HSS കോട്ടൂർ. എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളാണ് നിങ്ങൾ എല്ലാവരും. എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് സ്കൂളിലെ വിശേഷങ്ങള്? സ്കൂളില് അടിപൊളിയായിട്ട് പോകുന്നു. 5-ാം തീയതി ഇപ്പൊ സ്കൂൾ തുറന്നു, പേപ്പറുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നല്ലേ? അപ്പൊ ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ എല്ലാരും ഇവിടെ എത്തിയിരിക്കുന്നതല്ലേ? അപ്പം സ്കൂളിലെ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ടാവില്ലേ നിങ്ങൾക്ക്? അതൊക്കെ നമ്മുടെ മെന്റേഴ്സിന്റെ അടുത്ത് പറയാ, ഗംഭീരാക്ക, ഉഷാറാക്ക. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളോട് സംവദിക്കുന്ന പ്രിയ മെന്റേഴ്സിനെ പരിചയപ്പെടാം. ശ്രീ കെ അൻവർ സാദത്ത്, ഡോക്ടർ നാരായണനുണ്ണി, ശ്രീമതി വിനി സുകുമാർ. പ്രിയ മെന്റേഴ്സിന് നിറസ്നേഹത്തോടെ സ്വാഗതം. ഒരൽപ്പം ആലങ്കാരികമായി പറഞ്ഞാൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തിച്ച ചിരിയുമായിട്ടാണ് ഈ കുട്ടിക്കൂട്ടം കൈറ്റ് വിക്ടേഴ്സിന്റെ അങ്കണത്തിലെത്തിയത്. കാണാം ആ സന്തോഷ കാഴ്ചകൾ. പാട്ട് പാടാനുള്ള കഴിവുണ്ട്. നിങ്ങളാ നിയമം കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ ആ നിയമം കണ്ട്. ഇഷ്ടായോ വീഡിയോ? നിങ്ങള് പാട്ടൊക്കെ പാടി അല്ലേ? ഊഞ്ഞാലൊക്കെ ആടി രസമായിട്ടുള്ള ഒരു വീഡിയോ ആണല്ലേ? ഇനിയിപ്പോ നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് വിശേഷങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട്. അപ്പം എല്ലാം നന്നായിട്ട് തന്നെ പറയാ. എല്ലാവിധ ആശംസകളും. കഥകളിയുടെയും ആയുർവേദത്തിന്റെയും ഖ്യാതി നിറഞ്ഞ കോട്ടയ്ക്കലിലെ കോട്ടൂരിൽ നിന്നെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾക്ക് പറയാൻ വിജയഗാഥകൾ ഏറെയാണ്. ചോദിച്ചറിയാമവ സ്നേഹ സംഭാഷണത്തിലേക്ക്. ഉഷാറാണ് എല്ലാവരും? എപ്പോഴാ എത്തിയവിടെ? ഇന്നലെ രാത്രി 9:30 ആയപ്പോ എത്തി. ഒരു വന്നതിന്റെ വീഡിയോ ആണ് കണ്ടതല്ലേ? അതെ, സന്തോഷമായിട്ടാണ് എല്ലാരും കൂടി വന്നത്. എന്തൊക്കെയാ ഇവിടെ വന്ന് ചെയ്ത്? ഇവിടെ വന്നിട്ട് ഞങ്ങള് കുറേ സംസാരിച്ചു, പിന്നെ ഊഞ്ഞാലാടി. ഇത് കഴിഞ്ഞ വല്ല എന്താ നിങ്ങളുടെ പരിപാടി? ഉണ്ടല്ലോ, ഇടയ്ക്കിലൊക്കെ പോവാ. അതല്ലേ ആദ്യം വരെയാണോ തിരുവനന്തപുരത്തേക്ക്? അല്ല, നേരത്തെ വന്നിട്ടുണ്ട്. എന്താ ഇവിടെ ഏറ്റവും ഇഷ്ടമായി? അവിടെ വീഡിയോ എടുത്ത് റീൽ എടുത്ത് ഇന്ററാക്ട് ചെയ്ത് അതെ, പിന്നെ ഊഞ്ഞാലാടിയത് അടിപൊളിയായിരുന്നു. അതെ. അപ്പൊ എന്താ നമ്മുടെ കോട്ടക്കൽ ഭാഗത്തൊന്നും ഊഞ്ഞാലില്ല? ഇവിടുത്തെ ഒരു ആംബിയൻസിൽ മനോഹരമായ ഒരു അല്ലേ അറ്റ്മോസ്ഫിയർ, നല്ല അറ്റ്മോസ്ഫിയർ. അപ്പൊ എന്നാ എന്തൊക്കെയാ നിങ്ങളുടെ സ്കൂളിലെ പരിപാടികൾ? അടിപൊളി സ്കൂളാ. അടിപൊളി സ്കൂളാ? എല്ലാരും അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ. കൊറേ പരിപാടികളുണ്ട്. ശരി, എന്നാ മൊത്തം നിങ്ങളുടെ സ്കൂളിന്റെ പരിപാടികൾ എന്തൊക്കെയാ നോക്കാം. വീഡിയോ ഇല്ലേ, കൊടുത്തില്ലേ, ഇങ്ങോട്ട് അയച്ചില്ലേ? അത് കണ്ടതിന് ശേഷം നമുക്ക് വർത്താനം പറയാം. ഓക്കെ.
AKM ഹയർ സെക്കൻഡറി സ്കൂൾ. 1979 മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കോട്ടൂരിൽ UP സ്കൂളായി ആരംഭിച്ച് ഇന്ന് 154 ഡിവിഷനുകളിലായി 7000-ഓളം കുട്ടികൾ പഠിക്കുന്ന പാഠ്യേതര രംഗത്തും കലാകായിക മേഖലകളിലും തനത് മാതൃകകളും നേട്ടങ്ങളുമുള്ള അന്താരാഷ്ട്ര അംഗീകാരങ്ങളായ OSHA, ISO എന്നിവയുള്ള സംസ്ഥാനത്ത് മികച്ച വിദ്യാലയങ്ങളിലൊന്ന്. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ എയ്ഡഡ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി 100% വിജയം നേടി സംസ്ഥാനത്ത് 1ാം സ്ഥാനം. NMMS പരീക്ഷയിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനം. USS പരീക്ഷയിൽ സംസ്ഥാനത്ത് 3ാം സ്ഥാനം എന്നിവ ഞങ്ങളുടെ അക്കാദമിക മികവാണ്. +2 പരീക്ഷയിലും വർഷങ്ങളായി 100% വിജയം. YIP പ്രോഗ്രാമിൽ സംസ്ഥാന തലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ചിട്ടയായ അക്കാദമിക മൂല്യനിർണയ പരിഹാര ബോധന പ്രക്രിയകളാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ശുഭചിന്തകളോട് കൂടെയാണ് ഞങ്ങളുടെ ദിനങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾ ആരംഭിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത പദ്ധതിയാണ് പെപ്ടോക്ക്. സ്ക്രീൻ അഡിക്ഷൻ, ലഹരി എന്നിവയിൽ നിന്ന് അകറ്റുന്നതിനും ലക്ഷ്യബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്നതിനും കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന 2 മിനിറ്റ് വീഡിയോകളാണ് ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കുന്നത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ലേൺ വെൽ ഹബ്. ഉദ്യോഗാർത്ഥികൾക്കുള്ള റഫറൻസ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ ഈ പദ്ധതി തുടരുന്നു. 24,000-ഓളം പുസ്തകങ്ങളുള്ള ഞങ്ങളുടെ ഗ്രന്ഥശാലയെ കൂടുതൽ ജനകീയമാക്കിയത് അമ്മ വായന, വാതായനം, എഴുത്തുകൂട്ടം തുടങ്ങിയ പദ്ധതികളാണ്. ഈ വർഷം ആരംഭിച്ച കോട്ടൂർ ലിറ്ററേച്ചർ ഫെസ്റ്റ് KLF സീസൺ 1 ഒരു പുതിയ അനുഭവമായിരുന്നു. ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ അത്യാധുനികമാണ്. AI ടീച്ചർ, ATL ലാബ്, ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസ്, കമ്പ്യൂട്ടർ ലാബുകൾ, ഓഡിറ്റോറിയം, സ്റ്റുഡിയോ, സ്കേറ്റിംഗ് റിംഗ്, സ്വിമ്മിംഗ് പൂൾ, ഹൈടെക് കിച്ചൺ, ബയോ കമ്പോസ്റ്റ്, സൗരോർജ വൈദ്യുതി തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രമാണ്. കല, കായിക, ശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നേട്ടങ്ങൾ കൈവരിച്ചു. 20 വർഷമായി മലപ്പുറം സബ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ സ്ഥാനം നിലനിർത്തുന്നു. ഫുട്ബോൾ, വടംവലി, നീന്തൽ, വോളിബോൾ, ടേബിൾ ടെന്നീസ്, അമ്പെയ്ത്ത്, ബോക്സിംഗ്, സ്കേറ്റിംഗ് തുടങ്ങി എല്ലാ കായിക ഇനങ്ങളും പരിശീലിപ്പിക്കുന്നു. ദേശീയ തലത്തിൽ ടെന്നീസ്, ക്രിക്കറ്റ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരങ്ങളിൽ കോട്ടൂരിലെ പെൺകുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ മനുഷ്യഭൂപടം നിർമ്മിച്ച് 2025 ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ ഞങ്ങൾ ഇടം നേടി. മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണവും അധ്യാപകരുടെ അർപ്പണബോധവും രക്ഷിതാക്കളുടെ പിന്തുണയും ചേരുമ്പോൾ AKM ഹയർ സെക്കൻഡറി സ്കൂൾ വിജയത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ്. നിങ്ങളെ സ്കൂളൊരു സംഭവം തന്നെയാണല്ലേ. HM ഇത് 7000-ഓളം കുട്ടികൾ, അതിൽ 6600-ഓളം കുട്ടികൾ പിന്നെ ഹൈസ്കൂളിൽ, ബാക്കി ഹയർ സെക്കൻഡറിയിൽ. ആകെ 5 ഏക്കർ സ്ഥലവും. എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഏരിയയിൽ വരുന്ന കുട്ടികൾക്ക് നമുക്ക് അവിടെ എന്തായാലും. അപ്പൊ എങ്ങനെ നിങ്ങൾ കളിസ്ഥലം ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും 5 ഏക്കർ കൊണ്ട്? നമ്മുടെ ബാക്കിൽ കോറിയാണ്. അപ്പൊ കോറി നമ്മളിങ്ങനെ ഓരോ വർഷം എടുത്തിട്ട് അതിങ്ങനെ നമ്മള് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പിന്നെ ഇത്രയും വലിയൊരു സ്കൂളാവുമ്പോൾ നിങ്ങൾക്ക് കുറെ വെല്ലുവിളികൾ ഉണ്ടാവും അല്ലേ? ഇപ്പൊ എത്ര സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്? എല്ലാ ക്ലാസ് റൂമുകളും ഉണ്ട്. അപ്പൊ അതിന്റെ പരിപാലനം അതുപോലെ മൊത്തം കാര്യങ്ങളൊക്കെ അതൊക്കെ അപ്പൊ അതിന് പുതിയതായിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതില് ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ നമ്മൾ ലിറ്റിൽ കൈറ്റ്സിന്റെ കുട്ടികള് അതില് അധ്യാപകർ വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനൊക്കെ കൈറ്റിന്റെ കുട്ടികളുണ്ട്. അപ്പൊ ഒരാളൊന്ന് പറയും എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്? ലിറ്റിൽ ക്ലൈറ്റ്സ് പറയുമ്പോൾ നമ്മളെ പ്രൊജക്ടർ അതേപോലെ തന്നെ ലാപ്ടോപ്പ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു ഒന്ന് റിപ്പോർട്ട് ചെയ്യുക ചെയ്യല്. ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ടിട്ട് മാറ്റി കൊടുക്കുക ചെയ്യുക. പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഏതൊക്കെ ഓപ്പൺ ആക്കേണ്ടത്. അപ്പൊ അത് ലിറ്റിൽ ക്ലൈറ്റ്സിന്റെ ആൾക്കാർ. അപ്പൊ അത് ഇപ്പൊ ഉപകരണങ്ങളൊക്കെ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ടോ? കുറെ മാറ്റിയിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ 10ാം ക്ലാസ്സിൽ 1359 കുട്ടികൾ ഏകദേശം അല്ലേ? 1400 കുട്ടികൾ 10ാം ക്ലാസ്സിൽ മാത്രമുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അക്കാദമിക് പിന്തുണ ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ്? എത്ര ഡിവിഷൻ ഉണ്ട് 1359? 10ാം ക്ലാസ്സോ? 10ാം ക്ലാസ് നമുക്ക് 30 ഡിവിഷൻ. 30 ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-ന്റെ അടുത്ത് ശ്രദ്ധ വരുന്നുണ്ട് എല്ലാ ക്ലാസ്സിലും. ഒരു ക്ലാസ്സിൽ 50 അല്ലെങ്കിൽ 45, അതിൽ കൂടുതലില്ല. അതായത് ഒരു 10 സ്കൂളിന്റെ 10ാം ക്ലാസ്സിന്റെ ഇവരെ കുട്ടികളിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ കുട്ടികൾ ഇത്രയും കുട്ടികളെ നിങ്ങൾക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് അത്? വലിയ വെല്ലുവിളിയല്ല അത്? എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ നമ്മളെ സ്കൂളിൽ എന്ന് പറഞ്ഞാല് ഒരു 222ഓളം അധ്യാപകരുണ്ട്. അപ്പൊ ഇതില് ഈ അധ്യാപകരുടെ തന്നെ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു സമിതി രൂപീകരിച്ചിട്ട് അവര് എല്ലാ ആഴ്ചയിലും നമ്മള്
അവർക്ക് സബ്ജക്റ്റ് കൗൺസിൽ കൂടാനുള്ളൊരു സംവിധാനം നമ്മൾ ടൈം ടേബിൾ തന്നെ ചെയ്യുന്നുണ്ട്. അത് അധ്യാപകരുടെ ഒരു ഫ്രീ പീരീഡാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്നത്. ഈ സബ്ജക്റ്റ് കൗൺസിലിൽ അവരെന്ത് ചെയ്യും, അവരുടെ ക്ലാസ്സുകളിലെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നു. നമ്മൾ ഒരാഴ്ചയിലും ചെയ്യുന്ന പ്ലാന്. നമ്മളിപ്പോ ഈ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായിട്ട് അക്കാഡമിക് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിപ്പോ എത്ര പെർസെന്റേജ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ഒരു മാസ്റ്റർ പ്ലാൻ പദ്ധതി അനുസരിച്ച് ഒരു 85% SRG പിന്നെ മിനിറ്റ്സുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തുടക്കം മുതലേ നമ്മൾ സമഗ്രയിലൂടെയാണ് DM അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിയ അന്ന് മുതൽ. ശരി. അപ്പോൾ ഇതിൽ ഒരുപാട് അവാർഡുകളും ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ കിട്ടിയ ഒരു സ്കൂളാണ്. ഇതിൽ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ തന്നെ ഒരുപാടുണ്ട്. എനിക്കിതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് നിങ്ങൾ ഈ YIPയുടെ സംസ്ഥാന തലം വരെ എത്തിയെന്നതിൽ പറയുന്നുണ്ട്. അതെന്തായിരുന്നു, എന്ത് പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്തത്? സ്ത്രീകളുടെ സുരക്ഷയ്ക്കുള്ള ഒരു ഡേഞ്ചർ അലാമായിരുന്നു. അതെന്തായിരുന്നു എന്ന് അത് വിശദീകരിക്കാമോ? സ്ത്രീകള് പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേഞ്ചർ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലാം, ആ അലാം വെച്ച് ബാക്കിയുള്ളവർ തിരിച്ചറിയാം. എന്നിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും അങ്ങനെ ആയിട്ട്, അങ്ങനെ അത് തിരിച്ചറിഞ്ഞ് അവരെ രക്ഷിക്കുക. ഇതിപ്പോ നമ്മുടെ നാട്ടില് കൂടി വരുന്നുണ്ടല്ലോ, സ്ത്രീകൾക്ക് പുറത്ത് രാത്രി നടക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു സുരക്ഷക്കായിട്ട് നമ്മുടെ സ്കൂളിലെ 2 പെൺകുട്ടികളാണ് ഇത് ചെയ്തത്. സംസ്ഥാനത്ത് 1ാം സ്ഥാനം. നിങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടി. ഈ YIPയിൽ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാൻ എന്തായിരുന്നു കാരണം? കാരണം അവർക്ക് തോന്നിയ ഒരു ആശയമാണ്. അതായത് സ്ത്രീകളെ സുരക്ഷ ഇപ്പോൾ അത്രക്ക് ഒരു നല്ല നിലയിലല്ല. നമുക്ക് രാത്രി പുറത്ത് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ കുട്ടികൾ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ ചെറിയ കുട്ടികളെ തന്നെ ഇങ്ങനെ ന്യൂസ് കണ്ടിരുന്നേ, ഈ സ്ത്രീ സുരക്ഷയ്ക്ക് നടക്കാതെ അവരെ കൊലപാതകം, ഈ സ്വർണ്ണ തട്ടിപ്പ്, അതൊക്കെ കാണുമ്പോൾ അന്ന് തോന്നിയൊരു ആശയമാണ്. അത് ഈ ഒരു വേദിയിലാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് സ്കൂള് തന്നോ? എങ്ങനെയാണ് അവരിത് രൂപപ്പെടുത്തിയത്? നമ്മളെ സ്കൂളിൽ ഉണ്ട്. നമ്മളെ സ്കൂളിൽ YIP എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ ആദ്യം ഒരുപാട് കുട്ടികളുണ്ട്. അവരെ ഓരോ ആശയം നമുക്ക് കൊടുക്കും. സബ് ജില്ല, ജില്ല, സംസ്ഥാനം, നമുക്ക് അതിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിലങ്ങനെ ഇന്ന എത്ര കുട്ടികളെന്നൊന്നുമില്ല, താല്പര്യമുള്ള കുട്ടികൾക്ക്. കാരണം ആശയം ഓരോരുത്തർക്ക് ഓരോ മൈൻഡ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, ഇത്രയും സംവിധാനം ഇവർ ഒരുക്കി തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനൊരു നന്ദി പറയാമെന്ന് വിചാരിക്കുക, ഒരു താങ്ക്സ്. എല്ലാവരും ആലോചിച്ചോളൂ, എന്തിനാ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനോട് ഒരു താങ്ക്സ് പറയാം? അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് അത് മനസ്സിലാക്കി, നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും അവർ തരും. അപ്പൊ മോളല്ലേ താങ്ക്സ് പറയണേ? കുറെ കുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ അവരൊക്കെ നന്ദി പറഞ്ഞോട്ടെ. എന്റെ കാര്യം ഞാൻ മോൾ എന്തിനാ ഈ സ്കൂളിനോട് ഒരു താങ്ക്സ് പറയാ? എനിക്ക് ഇപ്പോ കഴിഞ്ഞ വർഷം ഞാൻ 8ലായപ്പോ സ്റ്റേറ്റില് പ്രോജക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്തിന്റെ? സയൻസ് പ്രോജക്റ്റ്, റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ 8ക്ക് പുതിയതായി വന്നപ്പോൾ ഇന്ന ടീച്ചേഴ്സിനൊന്നും അറിയില്ലല്ലോ. പക്ഷെ എന്റെ പ്രസന്റേഷൻ ഇങ്ങനെ കണ്ടിട്ട് ടീച്ചേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടോ ചെയ്യാൻ. പുതിയ കുട്ടിയായിട്ടും ടീച്ചേഴ്സ് അത് അറിഞ്ഞു, സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ്. അതൊരു ബിഗ് താങ്ക്സ്. ഉണ്ണിമാഷ് പറഞ്ഞപ്പോ ഈ 7000 കുട്ടികളിൽ നിന്നാണ് നിങ്ങൾ എത്ര 8 പേര്, നിങ്ങൾ അത്ര കിടിലൻ ആൾക്കാരായിരിക്കുമോ? എങ്ങനെയാണ് നിങ്ങളെ കണ്ടെത്തിയത്? വളരെ അഭിമാനം. അവിടെ സ്കൂള് വേറെ റിയാലിറ്റി ഷോ നടത്തിയോ ഇങ്ങനെ കുട്ടികളെ കണ്ടെത്താൻ? എങ്ങനെ അതൊന്ന് അർക്കിട്ടോ, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ഇവരെ 8 കണ്ടെത്തിയത്. 7000 അതായത് ഇപ്പോ ഓരോ ക്ലാസ് ടീച്ചർമാർക്കും അറിയാലോ ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ടീച്ചർമാരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ കുട്ടീനെ ഒന്ന് വിളിച്ചു നോക്കൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ 8 പേരെ സെലക്ട് ചെയ്തു. അതിനാണ് ഇവർ ആദ്യം താങ്ക്സ് പറയേണ്ടത്. അതിന് മോളുടെ താങ്ക്സ് എന്തിനാ? എനിക്കിപ്പം ചില ടീച്ചേഴ്സ് ഉണ്ട്, നമ്മൾക്കിപ്പോ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ കലയില് വേറെ ബന്ധപ്പെട്ടിട്ട് വളരെ താല്പര്യമുള്ള കുട്ടികളായിരിക്കും, പക്ഷെ അതിനോടൊക്കെ പോകുമ്പോ പഠനം മുഖ്യമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോ ഞാൻ 7ാം ക്ലാസ്സിൽ ഒപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. ഒപ്പന ടീമില്, സ്കൂൾ ടീമില് ഞങ്ങള് ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എല്ലാത്തിനും ഒരാൾക്ക് ശാസ്ത്രത്തിന് സപ്പോർട്ട് ചെയ്തു, ഒരാൾക്ക് ഒപ്പന കലയ്ക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിനൊക്കെ താങ്ക്സിന്റെ ഇവിടെ വിളിച്ചതിന് താങ്ക്സിന്റെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും താങ്ക്സ് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ, എല്ലാവരും കേൾക്കും. ഞാൻ ഇപ്പോ സ്കൂളിലെ സ്കേറ്റിങ്ങിന്റെ ക്ലബിലുള്ള ആളാണ്, സ്പോർട്സിന്റെ. അപ്പോ ഈ ഒരു ആശയം ഞാൻ പണ്ട് മുതലേ കുറെ ആഗ്രഹിച്ച കാര്യമായിരുന്നു ഇതിന് ചേരണം എന്നുള്ളത്. അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ ഈ സാറുമാര് ഞങ്ങൾ ടീച്ചേഴ്സ് സാറിനോട് പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിന് ചേരാൻ പറ്റിയത്.
അപ്പൊ അനിയൻ അപ്പോൾ അതിന് ഒരു സ്കേറ്റിങ്ങിൽ തന്റെ കഴിവ് കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും സഹായിച്ചതിന് സ്കൂളിന് ഒരു താങ്ക്സ്. മോൾക്കുണ്ടോ താങ്ക്സ്? ആയിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞു. സ്കൂളിൽ മൊത്തമായിട്ട് താങ്ക്സ് പറയും. കാരണം ഞങ്ങളെ സ്കൂളില് മൊത്തമായിട്ട് താങ്ക്സ്, അതായത് എല്ലാ കാര്യത്തിനും. ഞാൻ ഫുട്ബോൾ ടീമിലുണ്ട്, ഓക്കെ, ഗേൾസ് ഫുട്ബോൾ ടീം. അപ്പം ഞങ്ങളെ സ്കൂളില് അടിപൊളി എന്താ പറയാ നല്ല കോച്ച്. ഇപ്പൊ ഗേൾസിനാണെങ്കിൽ ഫുട്ബോളൊന്നും അങ്ങനെ ബോയ്സിനെ വെച്ച് നോക്കുമ്പോ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ല. ഞങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് പറഞ്ഞപ്പോ എന്റെ ടീച്ചറിനെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഒരു പെൺകുട്ടികളുടെ ടീമുണ്ടോ? ഉണ്ട്, ഫുട്ബോളിനായിട്ട് പെൺകുട്ടികൾക്ക് ടീമുണ്ട്. പെൺകുട്ടികളുടെ ടീം ആൺകുട്ടികളുടെ ടീം കൂടി കളിക്കും അങ്ങനെയൊന്നുമില്ല. അത് ചാമ്പ്യൻഷിപ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ പോയോ? സബ് ജില്ലയിൽ പോയിരുന്നേ. അതായത് സബ് ജില്ലയിൽ നമ്മൾ ഈ പ്രാവശ്യം സബ് ജില്ലയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുത്തിരുന്നു. ഫുട്ബോളിന്റെ ചോദിച്ചു, ഫുട്ബോളിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഫുട്ബോളിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഫുട്ബോളിൽ സബ് ജില്ല സ്റ്റേറ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം വരെ ഗ്രൂപ്പ് ആയിട്ടായിരുന്നു, അതായത് ഒരു ടീമും അങ്ങനെ. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുണ്ട്. കുട്ടിക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ സെലക്ട് ചെയ്യും. പിന്നെ ഒരുപാട് അസോസിയേഷൻസ് പോലുള്ള ഉണ്ട്. സുബ്രതോ കപ്പ്, ജൂനിയർ ഗേൾസ്. ഞാൻ ജൂനിയറിലാണ്. അപ്പൊ സ്പോർട്സിൽ കളിക്കാൻ പോകാറുണ്ടോ? സ്പോർട്സിൽ നന്ദിയുണ്ട്, സ്കേറ്റിംഗിൽ നന്ദിയുണ്ട്, എല്ലാറ്റിലും നന്ദിയുണ്ട്. ഓക്കെ, ഇനി എനിക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ചിന്ത, സയന്റിഫിക് ടെമ്പർ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഒരു ചോദ്യം കൂടി നോക്കിയാൽ നിങ്ങളുടെ ഈ സംവിധാനം മുഴുവനും വരുമോ നോക്കാമല്ലോ. കുട്ടികൾ എങ്ങനെയാണ് നന്നായിട്ട് ആലോചിക്കേണ്ടത് നോക്കട്ടെ. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പണിയില്ലാത്തപ്പോൾ ദുബായി പോയി. ഇപ്പം ദുബായൊക്കെ വിട്ട് ജർമ്മനി, അമേരിക്ക, അങ്ങനെ പല സ്ഥലത്തേക്കും പോയി പണി തേടിയിട്ട്. നിങ്ങളുടെ പരിസ്ഥിതി ക്ലബ്ബൊക്കെ കാര്യമായിട്ട് നോക്കണത് ഈ ഭൂമിയിൽ തന്നെ താമസിക്കാൻ കുറച്ചു കാലം കഴിയുമ്പോൾ പ്രയാസം വരുന്നു. അപ്പോൾ മനുഷ്യർ ചൊവ്വയിലേക്ക് കണ്ണ് നട്ടിട്ടുണ്ട്. ചൊവ്വയിൽ മനുഷ്യന് താമസിക്കാൻ എന്തൊക്കെ പ്രയാസം? ഓക്സിജൻ. വേറെന്താ പ്രയാസം? വെള്ളമില്ല. വെള്ളത്തിനും പ്രശ്നമാണ് അല്ലേ? വെള്ളവും എന്ത് ചെയ്യണില്ല, ആവശ്യത്തിന് നമുക്ക് സമുദ്രങ്ങളോ അപ്പൊ വേണ്ടപ്പെട്ട രണ്ട് സാധനം ഇല്ല. ആ രണ്ട് പൊതുവെ നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമല്ല. വേറെന്താ ചൊവ്വയിൽ പ്രയാസം? ആരാ പറയാ? റേഡിയേഷൻസ് കൂടുതലാ. അത് സാധ്യത ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കണില്ലേ? നമ്മളിപ്പോ ഇവിടെ ഇരിക്കണില്ലേ? നമ്മള് പാറണമൊന്നുമില്ലല്ലോ. എന്താ സംഭവം? ഗ്രാവിറ്റി. നമ്മളെ പിടിച്ച് നിർത്താൻ ഒരു സംവിധാനം. അത് അവിടെ എത്ര ഉണ്ടാ അറിയോ? അവിടെ ഉണ്ട്, സാധനം ഉണ്ട്. എത്ര ഉണ്ടെന്നറിയോ? അവിടെ ഒരു ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇവിടുത്തെ 1/3 വരുള്ളൂ. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ഈ കോലത്തിൽ എന്ത് ചെയ്യില്ല, അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇതൊക്കെ സയൻസുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ലിങ്ക് ചെയ്ത് നിങ്ങളുടെ ശാസ്ത്ര ക്ലബ്ബുകളൊക്കെ ഇല്ലേ, ശാസ്ത്ര ക്ലബ്ബ്, സയൻസ് ഫെയറിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് അല്ലേ? സയൻസ് ഫെയറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ നിങ്ങൾ? ഇനി എന്തായാലും ഇനി അതേപോലെ തന്നെ വേറെ സംഗതി കൂടി ഉണ്ട്. ഇനി ഓക്സിജൻ എൻ്റെ തന്നെ വിചാരിക്കുക, ഒരു പ്രയാസം ഉണ്ടോ നമുക്ക് അവിടെ പോയാൽ? ആലോചിച്ചിട്ടുണ്ടോ? എന്താ ഇവിടെ ഒരു അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുണ്ടാവുകൊണ്ടാണ് നമ്മൾ ഈ ഉള്ള ഓക്സിജൻ എങ്ങോട്ട് പോണത്, അകത്തേക്ക് പോണത്. അപ്പോഴാണ് അവിടെ മർദ്ദം കുറയുമ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വരുന്നത്, തള്ളു വരുന്നത്. ആ തള്ളാൻ എന്തുമില്ല. അപ്പോൾ ആകെ മൊത്തം ഇപ്പം പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പുതിയ സ്ഥലങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുവരെ നമുക്ക് ഇവിടെ ജീവിച്ചു പോകണമല്ലോ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ പരിസ്ഥിതി സൗഹൃദപരമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ? ഞങ്ങളുടെ സ്കൂളിൽ ഫലവനിക ഉണ്ട്. ഫലവനിക അതെന്താ ഫലവനിക എന്ന് പറഞ്ഞാല് അവിടെ നമ്മുടെ സ്കൂളില് സപ്പോട്ട, പപ്പായ, അതേപോലെ വാഴകൃഷി നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി തരം. അതുപോലെ ഔഷധോദ്യാനം ഉണ്ട്, പൂന്തോട്ടം ഉണ്ട്. അപ്പോ ഇതൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. ഇത്രയും കുട്ടികളുണ്ടാവുമ്പോ നിങ്ങള് മാലിന്യ സംസ്കരണത്തിനുള്ള നിങ്ങളുടെ കുട്ടികളുടെ പങ്കെന്താ? നമ്മളെ സ്കൂളില് ഈ വർഷം നടപ്പിലാക്കിയൊരു പദ്ധതി ഉണ്ട്, സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയും. അതായത് നമ്മളെ ക്ലാസ്സിൽ ബാസ്ക്കറ്റ് ഇല്ല. നമ്മൾ ഈ പ്ലാസ്റ്റിക് കവേഴ്സ് പൊതുവെ കുറവാണല്ലോ. പ്ലാസ്റ്റിക് കവേഴ്സ് നമ്മൾ അങ്ങനെ കൊണ്ടുപോയി, നമ്മൾ ഫുഡൊക്കെ, അതായത് 9th-നും 10th-നും ഫുഡ് ഇല്ല. അപ്പൊ നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു കവറൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ വീട്ടിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ പേപ്പർ പോലത്തതിന് നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് ഒരുപാട് വേസ്റ്റ് ബിന്നുകളുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. നമ്മൾ കോട്ടയ്ക്കൽ നഗരസഭയത്തെ ഹരിത കർമ്മസേന വന്ന് അത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇതിൽ ബയോ കമ്പോസ്റ്റ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ. ഈ ബയോ കമ്പോസ്റ്റ് എന്നുള്ള അതിൽ നിന്ന് നമ്മൾ വേറൊരു സംഭവം ഉണ്ടാക്കുന്നത് വെച്ചാൽ വളം. ആ വളം എടുത്ത് നമ്മൾ ഈ ഔഷധോദ്യാനും ഫലവനികയിലൊക്കെ ഇടും. എന്നിട്ട് ഈ ഫലവനികയിൽ ഇന്നാളെ ഞങ്ങൾക്ക് ദിനാചാരം ഉണ്ടായിരുന്നു. അതായത് കപ്പ വിളവെടുത്തു, അവിടെ ഉണ്ടായ കപ്പ. എന്നിട്ട് അത് നമ്മൾ ഉച്ചഭക്ഷണത്തിന് കൊടുത്തു. ഈ ഹരിത ഊർജ്ജവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്വന്തമായിട്ട് ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ടോ? സോളാർ ഉണ്ടോ? നിങ്ങൾക്ക് ആവശ്യമായ സോളാർ ഉണ്ടോ? ശരി. ഇനി നിങ്ങളെ സ്കൂളിന്റെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുന്നത് എവിടെയാണ്? നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രീ സോഫ്റ്റ്വെയർ പറയാൻ പറ്റുമോ? സ്കൂളിലോ എവിടെയും ഉപയോഗിക്കുന്നത്?
ഉബുണ്ടു ഒരു ഇതാണ്. പിന്നെ സോഫ്റ്റ്വെയർ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ, ഗണിതമൊക്കെ മാത്സ് ഒക്കെ പഠിക്കാൻ നിങ്ങൾ എന്താ ജിയോജിബ്രയില് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? ജിയോജിബ്രയില് നമ്മൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഫിസിക്സിൽ റിഫ്രാക്ഷൻ എന്നുള്ള പാഠത്തില് ആംഗിൾസ് അതിന്റെ കറക്റ്റ് ഇതെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ജിയോജിബ്ര യൂസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും നിങ്ങളെ ഉബുണ്ടുവിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടോ? സ്റ്റെല്ലോറിയം. സ്റ്റെല്ലേറിയം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വാന നിരീക്ഷണം. അത് ശരിക്കും ചെയ്തിട്ടുണ്ടോ? ഓക്കെ. നിങ്ങളെ ഈ 1300 കുട്ടികൾ പ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ട് അല്ലേ? അപ്പൊ അവർക്കെല്ലാം ഈ റോബോട്ടിക്സ് പിന്നെ ചെയ്യണം, പരീക്ഷ ചെയ്യണം. ഇനി എത്ര കിറ്റ് ഉണ്ട് സ്കൂളിൽ? 60 കിറ്റ് ഉണ്ട്. ISO എന്താണ്? ISO സർട്ടിഫിക്കേഷൻ എന്താണ്? എന്നാണ് അത് കിട്ടിയത്? അത് നമ്മുടെ ക്വാളിറ്റിയുടെ സ്റ്റാൻഡേർഡ് ആണ്. ISO ഉണ്ട്, OSH ഉണ്ട്. നിങ്ങളെ പോലെ ഒരു സ്കൂൾ ISO സർട്ടിഫിക്കേഷൻ നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതായത് ഒന്ന്, സ്കൂൾ ക്യാമ്പസ് കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ഒരു ഫയറിൻ്റെ ഒരു സാധ്യതയൊന്നും ഒരിക്കലും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എല്ലാ സ്ഥലത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവാക്വേഷനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് അറിയാം. ISO അതൊക്കെയാണോ? OSHയുടെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഡോക്യുമെന്റേഷൻ വല്ലതൊക്കെ ഈ സർട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടുണ്ടോ? ഡോക്യുമെന്റേഷൻ ഉണ്ട്. പ്രോസസ്സ് കുറച്ച് നേരത്തെയാണ് നടത്തുന്നത്. ഈ പെപ്ടോക്ക് എന്താണ്? പെപ്ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ റീൽസ് അഡിക്ഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ ആണല്ലോ കൂടുതലും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ 2 മിനിറ്റിന്റെ ഒരു വീഡിയോ ആണ് ഈ പെപ്ടോക്ക് എന്ന് പറയുന്നത്. ഒരു വീഡിയോന്റെ കണ്ടന്റ് പറയാൻ പറ്റുമോ നിങ്ങൾ ഈ പെപ്ടോക്കിന്റെ? എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി തോമസ് ആൽവ എഡിസന്റെ സ്റ്റോറിയാണ്. അപ്പോൾ തോമസ് ആൽവ എഡിസൺ ചെറുപ്പത്തിൽ തന്നെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആണോ തലയിൽ ആപ്പിൾ വീണത്? അല്ല, അത് ഐസക് ന്യൂട്ടൺ. ഓ ശരി, ഓക്കെ. എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. എത്ര പരീക്ഷ നടത്തിയെന്ന് പറഞ്ഞു എഡിസൺ ഒരു ബൾബിന്റെ ഒരു ഫിലമെന്റ് കണ്ടുപിടിക്കാൻ? എത്ര 10,000-ഓളം. 10,000-ന്റെ മേലെ പരാജയങ്ങൾക്ക് ശേഷമാണ്. ഓക്കെ. അപ്പൊ ആ വീഡിയോ ആണ് കാണിച്ചത്. ആ വീഡിയോ ആരാ തയ്യാറാക്കിയത്? അത് NSS +2കാരാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ തയ്യാറാക്കുന്നത് അതോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്? അല്ല, കുട്ടികൾ തന്നെ തയ്യാറാക്കി മേക്ക് ചെയ്തിട്ട് നടത്താൻ. 50ഓളം വീഡിയോസ് ഇതിലുണ്ട്. ഇപ്പോ PTA പ്രസിഡന്റ് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യും? ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഡിവിഷനൊക്കെ അല്ലേ? പ്രിൻസിപ്പളും ഉണ്ട്, HMO ഒക്കെ ഉണ്ട്. ചെറിയ ക്യാമ്പസ് അല്ലേ? 5 ഏക്കർ എന്ന് പറഞ്ഞാൽ ചെറിയ ക്യാമ്പസ് ആണ് പൊതുവെ. അപ്പൊ എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും? ഇപ്പോ 7000-ഓളം കുട്ടികൾ പഠിക്കാന്ന് പറഞ്ഞാൽ അവിടെ സുരക്ഷയ്ക്ക് ഒരു വലിയ പ്രശ്നമാണ്. നമ്മളെ കുട്ടികളെ സുരക്ഷ എന്ന് പറഞ്ഞപ്പോൾ പല രീതികളിലും അപ്പോൾ അതിന് നമ്മൾ PTA എന്നുള്ളതിൽ നമ്മൾ സെക്യൂരിറ്റീനെ വെച്ചിട്ടുണ്ട്. PTA-ന്റെ ഉത്തരവാദിത്തത്തോടു കൂടി സെക്യൂരിറ്റീനെ വെച്ചിട്ടുണ്ട്. അത് PTA ആണ് അതിന് ഇൻവോൾവ് ആയിട്ട് അതിനുള്ള സാലറി ഒക്കെ കൊടുത്തുകൊണ്ട് PTA ആണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. പിന്നെ സുരക്ഷയാണ്, കുട്ടികളെ സേഫ്റ്റിയാണ് പ്രശ്നം. പിന്നെ ബസ് വരുമെന്നോ പോകുന്നൊക്കെ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അതിനൊക്കെ ഓരോ അധ്യാപകർ അവിടെ ചാർജ് എടുത്തിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ നിങ്ങൾ ശരിക്കും വലിയൊരു പിന്നെ ഓട്ടോമേഷന്റെ ആവശ്യമുള്ള സ്കൂളാണല്ലോ, അങ്ങനെ വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? ഓരോ ക്ലാസ് ടീച്ചേഴ്സും അന്നന്ന ദിവസം ഒരു കുട്ടി അവിടെ ആബ്സെന്റ് ആണെങ്കിൽ ആ വീട്ടിലേക്ക് അപ്പോൾ കോൾ ചെയ്ത് അത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ആണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ 7000 കുട്ടികൾ ഉണ്ടെങ്കിലും അവിടെ നമുക്ക് ഇപ്പോൾ ഓരോ വിഭാഗങ്ങളിലാണെങ്കിലും ഇപ്പോൾ ലൈബ്രറി ആണെങ്കിൽ 24,000 ബുക്സ് ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് ലൈബ്രറി എന്നുള്ള ഒരു പോസ്റ്റ് ഇല്ല, അത് PTA വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഒരു നഴ്സ് ഉണ്ട് അവിടെ. കുട്ടികൾക്ക് അപകടങ്ങൾ, ഇത്രയധികം വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അപകടങ്ങൾ എപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു നഴ്സിനെ വെച്ചിട്ടുണ്ട് PTA എന്നുള്ള രീതിയിൽ. ടീച്ചറിന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ അവിടെ ഏകദേശം 2950 കുട്ടികളാണ് മലയാളം മീഡിയം, 3600 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം. പക്ഷെ മലയാളം മീഡിയം ഉണ്ട്. ഏത് മീഡിയമാണ് കുട്ടികൾക്ക് നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ ഏത് മീഡിയം ആണെങ്കിലും കുട്ടികളിൽ ഒരു നല്ല ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ. മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരെ മീഡിയത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാവുമ്പോൾ അവർ ആ മീഡിയം ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സുകൾ 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ നല്ലത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അല്ല, അവർ പറയട്ടെ. ഇതിൽ മലയാളം മീഡിയത്തിന്റെ ആരെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്. പിന്നെ മലയാളം മീഡിയം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചെറിയ ക്ലാസ്സുകളിൽ മലയാളം മീഡിയം പഠിക്കുക. കാരണം നമ്മുടെ മാതൃഭാഷ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം വേണ്ട, മലയാളം മീഡിയം പഠിക്കുക. എന്നിട്ട് എന്താണ് ഈ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇത് മനസ്സിലാവാത്തത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതാണ് എന്റെ ചോദ്യം. അറിയില്ല. അതായത് ഇപ്പൊ വളർന്നു കഴിയുമ്പോ
വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അപ്പൊ അവിടെയൊക്കെ ഇംഗ്ലീഷൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വല്ല കുറവുണ്ടോ? മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷിന് വല്ല കുറവുണ്ടോ? എനിക്ക് അങ്ങനെ കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചില സമയത്ത് നമ്മൾ ഫുൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ട് പിന്നെ മലയാളത്തിൽ ചില വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ടഫ് ആയി. വാക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ആശയം എത്താൻ അത് സിമ്പിൾ ഏതാണ് ആയിക്കാരം. നല്ലത്? അത് മലയാളം തന്നെ ആയിക്കാരം. നമ്മള് അയക്കാരെന്നല്ല, അല്ല മലയാളമാണ്. ഞാൻ എനിക്കൊരു അഭിപ്രായമല്ല, ഞാൻ നിങ്ങളെ അഭിപ്രായം ചോദിക്കണ്ട. അത് മലയാളം തന്നെയാണ്, അത് ഞാൻ പറയും. കാരണം ഞങ്ങൾ ചോദിക്കുന്നവരെല്ലാം പറയും മലയാളം മീഡിയമാണ് കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ നല്ല. പക്ഷെ എന്നിട്ട് പല സ്കൂളിലും കൂടുതൽ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം. അതെന്താണെന്നാണ് സാറേ ഞങ്ങള് ഇപ്പൊ ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കണേ. അപ്പൊ 10 വരെ നമ്മള് മലയാളം മീഡിയം പഠിച്ചിട്ട് പെട്ടെന്ന് NCERT പഠിക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ ഇംഗ്ലീഷ് പഠിക്കണം കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നു. അതാകുമ്പോ നമുക്ക് മാതൃഭാഷ മറക്കൂല. നമ്മള് മലയാളം സബ്ജക്ട് പഠിക്കുന്നുണ്ട്, അതിന്റെ ഇംഗ്ലീഷ് കുറച്ചും കൂടി നോക്കി പഠിച്ചാല്. പക്ഷെ ഇംഗ്ലീഷ് അല്ലല്ലോ, ബാക്കി സയൻസും സോഷ്യൽ സയൻസും ഒക്കെ മനസ്സിലാവണ്ടേ? മനസ്സിലാവണം. ടേംസ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യണം നല്ലത് എന്റെ ഒരു അഭിപ്രായം. അഭിപ്രായത്തില് ഇംഗ്ലീഷ് മീഡിയം ആണ്. എന്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് മീഡിയം ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വെച്ചിട്ട് നമുക്ക് ഫുൾ ഇംഗ്ലീഷ് ഒന്നല്ല. ഒരു കാര്യം എടുക്കുമ്പോ അത് എന്താന്ന് മനസ്സിലായില്ല നമ്മൾ ചോദിക്കുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ ഭാഷ പറഞ്ഞുതരും. ഇപ്പൊ നമുക്കൊരു സ്ലാങ് ഉണ്ടല്ലോ, മലപ്പുറം ഭാഷ അറിയില്ല, അത് ആ ഒരു ഇതിൽ പറഞ്ഞുതരും. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം ഒരു ബുദ്ധിമുട്ട്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം പോരെ? അല്ല, മലയാളത്തിൽ പറഞ്ഞ പോലെ ചില വേർഡുകളുണ്ട് ഈ മാത്സിലൊക്കെ പ്രത്യേകിച്ച് തീരെ മനസ്സിലാവില്ല. ഈ റെക്ടാംഗിൾ സ്ക്വയർ ഒക്കെ എപ്പോഴും മാറും. അതിപ്പോ ഇംഗ്ലീഷ് വേറെ തന്നെ മനസ്സിലാവണ്ടല്ലോ. ശരി ശരി, ഓക്കെ. മോന് കുറെ ബാഡ് ഇതൊക്കെ ഉണ്ടല്ലോ കേരള സ്കേറ്റിംഗ്, എന്താണ് കാര്യങ്ങള്? എന്തിനൊക്കെയാണ് മെഡൽ കിട്ടിയത്? സ്കേറ്റിംഗ്. ഈ മെഡലൊക്കെ മോന് കിട്ടിയതാണോ? വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അവനൊരു കൈ സംസ്ഥാന തലത്തിൽ പോയി സ്കേറ്റിംഗ് അല്ലേ? അപ്പോൾ ഞാൻ അവസാനത്തെ ഒരു ചോദ്യത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. പാടുന്ന പക്ഷികൾ വീഡിയോ ആൽബം, അതെന്താ പക്ഷികളെ കുറിച്ചിട്ടാ? എന്താ സംഭവം? വെറുതെ പറഞ്ഞാൽ മതി. അതായത് ഈ പ്രകൃതിയില് നമ്മുടെ പ്ലാസ്റ്റിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദോഷകരമാണല്ലോ, അപ്പൊ അതിനൊക്കെ ഒരു സന്ദേശം വിളിച്ചു. ഓക്കെ, ശരി ശരി ശരി. അപ്പൊ നിങ്ങൾ പാടുന്ന പക്ഷികൾ എന്നുള്ള ഒരു വീഡിയോ ആൽബം ഉണ്ടാക്കി. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ നമ്മൾ നിർത്താൻ പോവാണ്. നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചിട്ട് ഒരു സിനിമ എടുക്കാന്ന് വിചാരിക്കും. നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചിട്ട് അതോടുകൂടി നമ്മുടെ ഈ ചർച്ച അവസാനിക്കും. ആ സിനിമയ്ക്ക് പറ്റിയ നല്ലൊരു പേര്? കുന്നിൻ മുകളിലെ കൊട്ടാരം. കുന്നിൻ മുകളിലെ കൊട്ടാരം. നിങ്ങൾ പഠിച്ചു വന്നത് അല്ല? ഞങ്ങളുടെ സ്കൂൾ അങ്ങനെയാണ്. പല പല ആവശ്യം പറയാം. അതെ, കുന്നിൻ മുകളിലെ കൊട്ടാരം എന്നൊക്കെ ഒരു പേരുണ്ട്. അപ്പൊ ആ പേരെന്നെ സിനിമയ്ക്ക് വേണം കിട്ടാം. വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള പേരും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാ കഴിവിന്റെ സംഗതികളുള്ള സ്കൂളല്ലേ? പെട്ടെന്ന് പറയണ ഒരൊറ്റ വർത്താനത്തിൽ നമ്മൾ നിർത്തും. ഇബ്രാഹിം മക്കാന്റെ വീട്. ഇബ്രാഹിം മക്കാൻ അതാരാ? അല്ല, ഇബ്രാഹിം ഖാൻ ഞങ്ങളെ മാനേജറാണ്. ഓ, ഇബ്രാഹിം ഖാന്റെ വീടാക്കി ഞങ്ങളുടെ സ്കൂളിന്റെ പേര്. ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തിരുന്നത് സാറാണ് അതിനുള്ള ഒരു പേര്. ശരി, ഓക്കെ. മോൻ എന്തെങ്കിലും പേരുണ്ടോ? വിദ്യാജാലകം. വിദ്യാജാലകം. ഓ, സ്കൂളിനുള്ള ഒരു പേര് വിദ്യാജാലകം. ശരി, ഓക്കെ. അപ്പോ കുന്നുമ്മലത്തെ കൊട്ടാരാവട്ടെ, ഇബ്രാഹിം ഖാന്റെ വീടാവട്ടെ, കോട്ടൂരിലെ മാണിക്യങ്ങളാവട്ടെ, അത് സാറിന്റെ വക. അപ്പൊ കോട്ടൂരിലെ മാണിക്യമാവട്ടെ, കൂടുതൽ കൂടുതൽ തിളങ്ങുന്ന എന്താ പറയുക നക്ഷത്രങ്ങളായി നിങ്ങൾ മാറണം. നിങ്ങൾക്ക് PTA എല്ലാവിധ പിന്തുണയുണ്ട്. ഇബ്രാഹിം ഖാന്റെ ഹൃദയവും മനസ്സും ഉണ്ട് അല്ലേ? HMന്റെ രക്ഷകർത്തൃത്വമുണ്ട്, നിങ്ങളുടെ ഉത്സാഹമുണ്ട്. എല്ലാം ഒന്നിച്ച് കൂടുതൽ വിജയങ്ങളിലേക്ക് നിങ്ങളുടെ സ്കൂൾ പോകട്ടെ. ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ആശംസകളും. കോട്ടൂരിലെ മാണിക്യം, കുന്നിൻപുറത്തിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ? നന്നായിരുന്നില്ലേ സ്നേഹസംവാദം? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ എത്രയെന്ന് അറിയാൻ ഒരാഗ്രഹമില്ലേ? നോക്കാം നമുക്ക്. AKM HSS കോട്ടൂരിന് ലഭിച്ച സ്കോർ 90. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ GLPS മുണ്ടൂരിൽ നിന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾ മറക്കാതെ ഈ എപ്പിസോഡ് കാണണേ. പൊതുവിദ്യാലയങ്ങളുടെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ വിജയാധ്യായങ്ങൾ രചിക്കുന്ന വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ കൈറ്റ് ഹരിത വിദ്യാലയത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം.